പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇത് സ്ലീഹയുടെ നോവിന് 7-ാം ദിവസം. ഇന്നത്തെ ഈ ദിവസം ആദ്യം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ 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 ശല 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 ശല. ശ്രദ്ധാഞ്ജലി. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ്. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം വഴി ഈ പ്രാർത്ഥനകളെല്ലാം സാധിച്ചു കിട്ടാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ സഭാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവിടെ പ്രത്യേകമായി സഭയുടെ തലവനായ ലേവ്യ പാപ്പായും റാഫേൽ മെത്രാപ്പൊലീത്തായെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ വിശുദ്ധ യൂദാശ്ലീഹയുടെ ശക്തിയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ജോലികളിൽ ശുശ്രൂഷയ്ക്ക് മാത്രമുള്ള കൃപാവരം അവർക്കെല്ലാം നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, അതുപോലെ തന്നെ ജോലിയില്ലാതെ വലയുന്ന എല്ലാ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ മാർഗം, ജോലി, വിളി അതിലേക്കെത്തിച്ചാലുള്ള കൃപ നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിരസത്തെല്ലാം ദൂർത്തടിച്ച നിൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിൻ്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15:32 നമ്മൾ മറക്കരുത്. ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. ഫ്രാൻസിസ് പാപ്പായുടെ ഒരു ചാക്രിക ലേഖനവും ഈ പേരിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ആനന്ദിക്കുക, ആഹ്ലാദിക്കുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വിളിയാണ്. ഏത് സാഹചര്യങ്ങളും ആനന്ദിക്കുവാനും ആഹ്ലാദിക്കാനും നമുക്ക് സാധിക്കണം. ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് ഇത് വളരെ ദുഃഖവും ദുരിതവും വിലാപവും വേദനയുള്ള ലോകമാണ് എന്ന് പറഞ്ഞ് കടന്നു പോകുന്നതിനേക്കാൾ എത്രയോ ഉദാത്തമാണ് ഇത്. ആനന്ദത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയുള്ള ഒരു ലോകമാണ് എന്ന് മറ്റു മനുഷ്യരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആനന്ദം നമുക്ക് കിട്ടുന്നത് ഒരിക്കലും എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് കൂടുതൽ കൊടുക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ വലിയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ നമുക്ക് കൂടുതലെല്ലാം കൊടുക്കാൻ, നമ്മുടെ വിലപ്പെട്ട സമയം കൊടുക്കുക, നമ്മുടെ അറിവ് പങ്കുവയ്ക്കുക, നമുക്ക് പണമുണ്ടെങ്കിൽ പണം പങ്കുവയ്ക്കുക, ഇതെല്ലാം നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കൂടുതൽ കൊടുക്കുന്തോറും സന്തോഷം ഏറിടും എന്ന് കോട്ടയം നവജീവനിലെ തോമസ് ഏട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും തുടർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ, നിയമങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കുള്ളതെല്ലാം, നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് കരുതുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ അധികമെന്ന് ആവശ്യമില്ലാത്തതിനേക്കാൾ ഉപരിയായിട്ട് അധികമായിട്ടുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. അപ്പോൾ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ തുറക്കും. പള്ളികളിൽ ദശാംശം കൊടുക്കുക, അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ കൃപയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മുന്നേറാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം, ഈ ദശയുടെ നാമനയിൽ പങ്കെടുക്കാൻ അങ്ങ് നൽകിയ വലിയ അനുഗ്രഹത്തോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങ് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, നിന്നോടൊപ്പം ചിലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, വളരെ പ്രത്യേകമായിട്ട് എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിളിക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവെ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങ് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്ന നിരവധി സന്നദ്ധ സംഘടനകളുണ്ട്. അത്ര ഉദാത്തമായി മനസ്സ് നൽകി അങ്ങ് അവരെല്ലാം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത്, അനുഗ്രഹങ്ങളോട് മൂടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ വ്യക്തിപരമായ നന്ദി പ്രാർത്ഥനകൾ സമർപ്പിക്കുക.
സ്നേഹിതരെ, നമുക്ക് സ്വർഗസ്നായ പിതാവേ ചെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ താമസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.